എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ആനന്ദ് കൃഷ്ണൻ. ഞാനിപ്പോൾ ഉള്ളത് വർക്കലയിലുള്ള ഇടവ എന്ന് പറഞ്ഞ സ്ഥലത്തെ വെറ്റക്കട എന്നൊരു ചെറിയൊരു ഗ്രാമമുണ്ട്. അവിടുത്തെ ഒരു ബീച്ചിലാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ദ മറൈൻ പ്രൈഡ് എന്ന് പറഞ്ഞ വളരെ പ്രസിദ്ധമായ വളരെ ഭംഗിയുള്ള ഒരു റിസോർട്ട് ആൻഡ് സ്പാ അവരുടെ പ്രോപ്പർട്ടിയാണ്. അതിൻ്റെ തൊട്ട് സൈഡിലാണ് ഇരിക്കുന്നത്. എത്തിയിരിക്കുന്നത് വളരെ സുപ്രധാനമായ ഒരു ദൗത്യമായിട്ടാണ്. എൻ്റെ കൂട്ടുകാരിയായ അഷിത ടൈംസ് ഓഫ് ഇന്ത്യയിലെ ഒരു സീനിയർ എഡിറ്ററാണ് ബാംഗ്ലൂരിൽ. അവളുടെ മൂന്നാമത്തെ പുസ്തകം, അതായത് മുങ്ങാങ്കുഴി എന്ന പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കാനാണ്. അപ്പോൾ അഷിതയ്ക്ക് വളരെ നിർബന്ധമായിരുന്നു ഒരു കടൽ തീരത്തിൻ്റെ ഒരു കടലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഷൂട്ട് ചെയ്യണം. പറഞ്ഞിട്ട് കുറേ ദിവസമായി, എൻ്റെ തിരക്കുകൾ കാരണം എനിക്ക് പറ്റിയില്ല. അപ്പോൾ DC ബുക്സ് ഇറക്കിയ മുങ്ങാങ്കുഴിയുടെ ഇതൊരു റിവ്യൂ അല്ല, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ്. നിങ്ങളെല്ലാവരും ഈ ബുക്ക് വാങ്ങിച്ച് വായിക്കണം. വളരെ മനോഹരമായ 10 കഥാസംഹാരങ്ങളാണ്, 10 സ്റ്റോറീസ്. അതായത് അഷിത തന്നെ എഴുതി പല മാധ്യമങ്ങളിലും വന്ന 10 കഥകളുടെ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് 10 സ്റ്റോറീസ്. എനിക്ക് വളരെ സ്നേഹപൂർവ്വം പ്രിയപ്പെട്ട അനന്തിന് സ്നേഹപൂർവ്വം അഷിത എന്നൊക്കെ പറഞ്ഞ് സൈൻ ചെയ്ത് ഒരു കോപ്പിയാണ്. ഒരു ഓഥർ സൈൻ ചെയ്ത് ഒരു ബുക്ക് കിട്ടുന്നതിൻ്റെ ഒരു സുഖം ഒന്ന് വേറെയാണ് അല്ലേ. അപ്പോൾ ഇത് 10 സ്റ്റോറീസാണ്, വളരെ വ്യത്യസ്തമായ സ്റ്റോറീസ്. അതായത് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ മലയാളം വാരികയിലും മാധ്യമത്തിൻ്റെ വീക്കെൻഡ് എഡിഷനിലും അതുപോലെ സമകാലിക മലയാളം, അങ്ങനെ കുറേ മാധ്യമങ്ങളിൽ വന്ന സ്റ്റോറികളെല്ലാം കൂടെ കോർത്തിണക്കി കൊണ്ടുള്ള ഒരു പുസ്തക സമാഹാരമാണ് ഈ മുങ്ങാങ്കുഴി. ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകതകളുണ്ട്. അതായത് DC ബുക്സിൻ്റെ 50ാം വാർഷികമാണെന്ന്. 1974 ഓഗസ്റ്റ് 29 മഹാനായ പിന്നെ യശസ്വരനായ DC കിഴക്കേമുറി ഈ ഒരു സംരംഭത്തിന് തുടക്കമിട്ടത്. ആ DC ബുക്സ് ഇപ്പോൾ പടർന്ന് പന്തലിച്ച് വലിയൊരു സ്ഥാപനമായി മാറി. DC ബുക്സിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. മലയാളികളുടെ മനസ്സിൽ ഒത്തിരി ധാരാളം നല്ല പുസ്തകങ്ങൾ പിന്നെ നമുക്ക് എത്തിച്ചിട്ടുള്ള ഒരു വലിയൊരു പബ്ലിഷിംഗ് ഹൗസാണ്. സോ DC ബുക്സിൻ്റെ തലപ്പത്തിരിക്കുന്ന എല്ലാവർക്കും, അതിൻ്റെ എൻ്റയർ ടീമിന് എൻ്റെ അഭിനന്ദനങ്ങൾ ഈ 50ാം വർഷത്തിൽ. ഐ എം റിയലി ഹാപ്പി ദാറ്റ് ഐ എം ഡൂയിങ് ദിസ് ഷൂട്ട്. ഇറ്റ് വാസ് നോട്ട് പ്ലാൻഡ് ഓൺ ദിസ് പർട്ടിക്കുലർ ഡേ. അപ്പോൾ വീണ്ടും മുങ്ങാങ്കുഴിയിലേക്ക്. മുങ്ങാങ്കുഴി അഷിതയുടെ ഒരു കഥ, അതായത് അഷിതയുടെ റൈറ്റിംഗ്. അപ്പം നമ്മൾ ജേർണലിസത്തിൽ അല്ലെങ്കിൽ നമ്മളെപ്പോഴും പറയും, യു ഷുഡ് ഹാവ് യുവർ ഓൺ സ്റ്റൈൽ. വാട്ട് മേക്സ് അഷിത ഡിഫറെൻറ്റ് ഫ്രം അതർ റൈറ്റേഴ്സ് ആർ ഷീ ഹാസ് ഹെർ ഓൺ സ്റ്റൈൽ. വളരെ ബോൾഡായിട്ടുള്ളൊരു എഴുത്തുകാരിയാണ്. ഇപ്പോഴത്തെ ബുക്കുകൾ നമ്മൾ വായിച്ചാൽ, വെതർ ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും, എന്താ അതിന് പറയുന്നത്, ഈ അച്ചടി ലാംഗ്വേജ്, അതായത് ഇറ്റ് കംസ് ഓവർഡോസ് ഓഫ് the printing language comes into many works of literature today. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അഷിതേതായിട്ടൊരു സിഗ്നേച്ചർ സ്റ്റൈലുണ്ട്. ഐ ഹവ് നോട്ട് സീൻ എ യങ് റൈറ്റർ ഹു ഈസ് ആസ് ബോൾഡ് ആസ് ദിസ്. ഓരോ കഥയിലും, ഇപ്പോൾ ഇതിനകത്തെ 10 കഥകളും, ഇറ്റ് പ്രസൻറ്റ്സ് 10 ഡിഫറെൻറ്റ് സിനാരിയോസ്. it gives us 10 different, I would say, 10 different emotions, and it's like reading a thriller. എല്ലാത്തിനും ഒരു വായനക്കാരെ പിടിച്ചിരുത്തുന്ന വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള, ആൻഡ് ഷീ ഈസ് എ വെരി ബോൾഡ് റൈറ്റർ. ഞാൻ അഷിതയുടെ ഇതിന് മുന്നേ ഇറങ്ങിയ മഷ്റൂം ക്യാറ്റ്സ് എന്ന ബുക്കിൻ്റെ ബാംഗ്ലൂർ ലോഞ്ചിന് ഞാനായിരുന്നു ആ ഒരു ഇവൻറ്റ് ആങ്കർ ചെയ്തത്. അന്ന് ഞാൻ കേരളത്തിലെ കുറേ യുവ സാഹിത്യകാരന്മാരെ, കുറേ എഴുത്തുകാരെ, കുറേ പേരെ പരിചയപ്പെട്ടു. ആ മഷ്റൂം ക്യാപ്സ് ആയാലും വളരെ വ്യത്യസ്തമായ ചിന്ത. ദാറ്റ് ഈസ് വാട്ട് ഷീ ഇൻവെസ്റ്റ് ഇൻ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഞാനൊരു മിലിറ്ററി ജേർണലിസ്റ്റാണ്. അപ്പോൾ എക്സ്പെരിമെൻ്റൽ ടെസ്റ്റ് പൈലറ്റ്സ് എന്ന് നമ്മൾ പറയും. അപ്പോൾ എക്സ്പെരിമെൻ്റൽ ടെസ്റ്റ് പൈലറ്റ്സ് എന്ന് വെച്ചാൽ ഇതുവരെ പരീക്ഷിക്കാത്ത യുദ്ധവിമാനങ്ങളും അല്ലെങ്കിൽ യുദ്ധത്തിനുള്ള സാങ്കേതിക ഉപകരണങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ദ ടെസ്റ്റ് പൈലറ്റ്സ്. സോറി, ദാറ്റ്സ് ഓക്കെ, वो चलेगा. അപ്പം അങ്ങനത്തെ ഒരു എക്സ്പെരിമെൻ്റൽ റൈറ്ററാണ്. ഷീ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ലാംഗ്വേജ്. സോ ഡെഫിനറ്റ്ലി ഇതിനകത്തെ കഥകളൊക്കെ വളരെ വ്യത്യസ്തമാണ്. ഞാൻ മാർക്ക് ചെയ്ത് വായിക്കാനായിട്ട് ഒരു ഭാഗം, ജസ്റ്റ് ടു ഷോ ഹൗ ഡിഫറെൻ്റ്ലി ഷീ റൈറ്റ്സ്.
അതായത് ഈ ഫസ്റ്റ് കഥ, ഇതിനകത്തുള്ള ഫസ്റ്റ് കഥ മുങ്ങാങ്കുഴി തന്നെയാണ് അതിൻ്റെ പേര്. അതിൻ്റെ ലാസ്റ്റിൽ ജസ്റ്റ് സീ ദ പവർ ഓഫ് എ ലാംഗ്വേജ്. അവൾ ഊർന്നിറങ്ങിയ ജലച്ചുഴി പ്രലോഭത്തിൽപ്പെട്ട് അകത്തേക്ക് കയറുമ്പോൾ അരയ്ക്ക് മീതെ തിരികെ വെച്ച കത്തിയുടെ പിടിയിൽ ഒന്ന് തൊട്ടു. പൊങ്ങി വന്ന അവളുടെ കുറിപ്പിലേക്ക് കയ്യേണി വെച്ച് കയറി തുടങ്ങിയപ്പോൾ പക്ഷേ ആർത്തി പെരുത്തു. കാളി പെരുങ്കാളി. അവളുടെ കുന്നുകളും രാത്രിയുടെ കറുപ്പും കുപ്പായമിട്ടവൻ കല്ലിനെ ചാരി ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ഊഞ്ഞാലാടുമ്പോൾ പായൽ പരപ്പിലേക്ക് പൊടുന്നനെ കൂർത്ത കൺതിളക്കം പൊങ്ങി വന്നതുപോലെ തോന്നി. കാലിൽ ഭയമായിരുന്നു. പാദസരച്ചിട്ടു. കാളി പെരുങ്കള്ളി. നഗ്നമായ തൻ്റെ അരക്കെട്ടിൽ പിടിച്ച് അവൾ എന്നെ മുങ്ങാങ്കുഴിയിലേക്ക് താഴ്ത്തി. ഞാൻ കണ്ണുകൾ അടച്ചു പിടിച്ചു. സോ ദർ ഈസ് എ സിഗ്നേച്ചർ, ആസ് ഐ ടോൾഡ് ഇൻ അക്ഷിതാസ് ബുക്ക്. കൂടുതൽ അറിയാൻ യു മസ്റ്റ് ബൈ ദിസ് ബുക്ക്. ഇറ്റ്സ് പ്രൈസ്ഡ് അറൗണ്ട് ജസ്റ്റ് $200. ടു ബി പ്രിസൈസ് 199 രൂപയാണ്. DC ബുക്സിൻ്റെ ഓൺലൈനിൽ കിട്ടും, DC ബുക്സിൻ്റെ ബുക്ക് സ്റ്റോളുകളിൽ കിട്ടും. സോ very very different kind of a story. All the best, Ashita. Very proud of you. Definitely എന്താ പറയണ്ടേ, ഈ ഒരു മഞ്ചേരിക്കാരി എഴുത്തുകാരിയുടെ വി ഓൾ സെലിബ്രേറ്റ്. ആര് പുസ്തകം എഴുതിയാലും ഞങ്ങൾ എഴുത്തുകാർക്ക് അതൊരു സെലിബ്രേഷനാണ്. വിഷിംഗ് യു tons of luck for the next work. I'm sure you have started your work. Signing off with camera person. 2 നേപ്പാളികളാണ് ഇന്ന് ബാക്കിലിരുന്ന ഈ റിസോർട്ടിലെ മുന്നിലിരിക്കുന്ന പിന്നെ ആള് മോഹനാണ്. അത് ബാക്കിലിരിക്കുന്ന തൻശ്യാം, അദ്ദേഹം അസിസ്റ്റൻ്റ് ആണ്. 2 പേരും നേപ്പാളിൽ നിന്ന് വന്നവരാണ്. ഇവർ 2 പേരാണ് എന്നെ സഹായിക്കുന്നത്. ഈ വൈബ്രന്റ് വർക്കലയിൽ നിന്നും, ജനാർദ്ദ സ്വാമിയുടെ മണ്ണിൽ നിന്നും, ഗുരുദേവന്റെ മണ്ണിൽ നിന്നും, പത്മനാഭസ്വാമിയുടെ മണ്ണിൽ നിന്നും, കടലമ്മയെ സാക്ഷി നിർത്തി സൈനിങ് ഓഫ്. മുങ്ങാങ്കുഴി വാങ്ങിക്കാൻ മറക്കരുത്, വായിക്കാൻ മറക്കരുത്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ജയ് ഹിന്ദ്.